ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കാലിക്കറ്റ് സർവകലാശാലയിൽ SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. ഗോബാക്ക് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ വേദിയിലേക്ക് കരിങ്കൊടിയും കറുത്ത ബലൂണുമായി SFI പ്രവർത്തകർ എത്തിയത്. ഗവർണർ സർവകലാശാല വിട്ടതിന് പിന്നാലെ SFI പ്രവർത്തകർ ദേശീയപാതയും ഉപരോധിച്ചു. രാജ്ഭവൻ എത്തുന്നതുവരെ പ്രതിഷേധിക്കാനാണ് SFIയുടെ തീരുമാനം. രാജ്ഭവന് മുന്നിൽ DYFI പ്രതിഷേധവും തുടരുകയാണ്. ഗവർണർ പ്രതിഷേധമറിഞ്ഞു. PMR ഷോ SFI, JR പത്മകുമാർ BJP, PK നവാസ് MSF, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ PMR ഷോ, നിങ്ങൾ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല ഗവർണറെ എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. കാലുകുത്തി, അദ്ദേഹം സെമിനാറിൽ പങ്കെടുത്തു, തിരിച്ചുപോയി. SFIയെ സംബന്ധിച്ച് വളരെ ഗൗരവപരമായൊരു വിഷയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് SFI സമരം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ക്യാമ്പസുകൾക്കകത്തേക്ക്, സർവകലാശാലകൾക്കകത്തേക്ക് കാവ്യവൽക്കരണ നീക്കവുമായി കഴിഞ്ഞ ദിവസം തന്നെ ചാൻസലർ വ്യക്തമാക്കി, ഞാൻ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്, ഞാൻ കാവ്യവൽക്കരിക്കും എന്ന് അദ്ദേഹം മാധ്യമങ്ങളുടെ മുൻപിൽ ആവർത്തിക്കുന്ന സ്ഥിതിയുണ്ടായി. കാവ്യവൽക്കരണ നീക്കങ്ങളുമായി കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ, കാലിക്കറ്റ് സർവകലാശാല അതേപോലെ തന്നെ കേരള സർവകലാശാല, രണ്ട് സർവകലാശാലകളുടെ സെനറ്റിലേക്ക് എല്ലാ ചട്ടങ്ങളെയും മാനദണ്ഡങ്ങളെയും മറികടന്നുകൊണ്ട് RSSന്റെ നേതാക്കന്മാരെ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അതുവഴി ഭരണസമിതികളെ പിടിക്കുന്നതിന് വേണ്ടിയും സംഘപരിവാർ അനുകൂലമായിട്ടുള്ള തലച്ചോറുകളെ സൃഷ്ടിച്ചെടുക്കുന്ന ഇടങ്ങളാക്കി കേരളത്തിൻ്റെ സർവകലാശാലകളെ മാറ്റുന്നതിന് വേണ്ടിയുമുള്ള വളരെ വിശാലമായിട്ടുള്ള RSSന്റെ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഘട്ടത്തിലാണ് SFI സമരം ആരംഭിച്ചിട്ടുള്ളത്. SFI ഉയർത്തിയിട്ടുള്ളത് രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് SFI ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മൂന്ന് ദിവസം കാലിക്കറ്റ് സർവകലാശാല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി SFIക്ക് സാധിച്ചു. ഈ ഘട്ടത്തിലും സമരം ഞങ്ങൾ തുടർന്നു പോകുന്ന നിലയാണ് ഉണ്ടാവുക. വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് 9 സെനറ്റ് അംഗങ്ങളെ, അതേപോലെ തന്നെ കേരള സർവകലാശാലയിലേക്ക് 15 സെനറ്റ് അംഗങ്ങളെ RSSന്റെ നേതാക്കന്മാരെ നിയമിച്ച നടപടിയിൽ നിന്ന് പിന്മാറുന്ന ഘട്ടം വരെ ശക്തമായിട്ടുള്ള സമരം, പ്രതിഷേധം SFI ഉയർത്തിക്കൊണ്ടുവരും. സ്വാഭാവികമായും കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ സമൂഹവും ആ സമരത്തോടൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങേയറ്റം സ്വാഭാവികമായും സുപ്രീം കോടതി വിധിക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു സാമ്പിൾ ഇട്ട് നോക്കിയതാണ് കാലിക്കറ്റിലും കേരളയിലും. നോക്കൂ, ലോകമറിയുന്ന സമരത്തിലൂടെ അതിന് ശക്തമായ പ്രതിഷേധം, ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് SFI കാണിച്ചു തന്നോ? മാത്രമല്ല, ഇന്നിപ്പോൾ SFI പറഞ്ഞിരിക്കുന്നത്, ആർഷോ പറഞ്ഞിരിക്കുന്നത്, ഇത് കേരളം വേഴ്സസ് RSS എന്ന രീതിയിലേക്ക് ഈ സമരം വിപുലീകരിക്കുമെന്നാണ്. നിങ്ങളത് ഈ വലിയ രീതിയിൽ ഇതിനൊരു പർവ്വതീകരിച്ച് കാണുകയാണ്. ഇപ്പോൾ താങ്കളുടെ ആമുഖത്തിൽ തന്നെ പറയുന്നത് 14 ലോകവും ഇതറിഞ്ഞു എന്നുള്ള നിലയിലാണ്. കേരളത്തിൽ ഒരു സർവകലാശാലയിൽ SFI ചില കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടി, അത് അവർ തന്നെ ആ സമരം തന്നെ തുടക്കത്തിലെ പരാജയപ്പെട്ടു പോയിരിക്കുക. അതിലെ ഒരു ലഭ്യത മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നത്. കേരളമാകെ ഞങ്ങളുടെ കൈപ്പടിയിലായിക്കളയും, ലോകമെല്ലാം ഞങ്ങളിതങ്ങ് അറിയിച്ചു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ സർവകലാശാലകളെ അടക്കി വാണിരുന്ന ഒരു കമ്മിവൽക്കരണത്തിന് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. UGC നിർദ്ദേശിക്കുന്നതും അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധിയുടെയും അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുന്നതിന് ചാൻസലർക്ക് ആവശ്യമുണ്ട്. ആ കടമ അദ്ദേഹം നിർവഹിക്കും. അതിൽ ആരുടെയും ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല. ആരുടെയും തുണ്ട് വാങ്ങിക്കൊണ്ട് അത് അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കേണ്ട ചുമതലയൊന്നും ഗവർണർക്കില്ല, ചാൻസലർക്കില്ല. അത് അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കുന്നുണ്ട്. ഇപ്പം ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ആർഷ ഉണ്ടാക്കിയ പ്രശ്നമാണല്ലോ. അവിടെ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് തന്നെ ഞാൻ ഗവർണറെ കേരളത്തിലെ കലാശാലകളിൽ കാലുകുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി. അവൾ കളിക്കാൻ പോകുമ്പോൾ തണ്ടും തരവും ഒക്കെ നോക്കിയിട്ട് കളിക്കാൻ പോകട്ടെ. ഒരു ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഗവർണറെ മേലിൽ നിയന്ത്രണം നടത്താനോ നിയന്ത്രിക്കാനോ ഒരിക്കലും ഇവർക്ക് കഴിയില്ല. ഈ ഗവൺമെൻറ്റിന് തന്നെ കഴിയില്ല. പിന്നെ അല്ല ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിൽ SFIക്ക് കഴിയുന്നത്. ഈ സമീപനം ഞങ്ങളൊന്നെടുത്ത് നോക്കട്ടെ.
ഭാരതീയ ജനതാ പാർട്ടി ഈ സമീപനം ഒന്ന് എടുത്ത് നോക്കട്ടെ. CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് ഇന്ത്യയിലെ കലാശാലയിൽ കയറാൻ കഴിയില്ല, SFIക്ക് കഴിയില്ല എന്നൊരു തീരുമാനം എടുത്താൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയ ഒരു സ്പേസിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചാൻസലർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചാൻസലർക്ക് നിയമപരമായി അദ്ദേഹത്തിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേരള സ്റ്റാറ്റ്യൂട്ട് നിയമസഭ കൊടുത്തൊരു അധികാരമുണ്ടല്ലോ, ആ അധികാരം ഉപയോഗിച്ച് ചാൻസലർ എന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും. അതല്ലാതെ ഇതേപോലെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയിൽ അദ്ദേഹം പോയതിനു ശേഷവും അദ്ദേഹം വരുന്നതിന് 2 മണിക്കൂർ മുമ്പും കുറേ പ്രകടനങ്ങൾ നടത്തി അണികളെ ആവേശം കൊള്ളിച്ചിട്ടൊന്നും കാര്യമില്ല. മാന്യമായി ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ മാന്യമായി പ്രവർത്തിക്കാനും പ്രാഥമികമായി അതാണ് പഠിക്കുക പറയാനുള്ളത്. ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, ഞാൻ തൽക്കാലം അത് ഉപേക്ഷിക്കുകയാണ്. ശ്രീ PK നവാസ്, PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാൻ അന്തസ്സ് പുലർത്തുന്നില്ല, പച്ചയ്ക്ക് രാഷ്ട്രീയം വിളിച്ചു പറയുന്നതും ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നതും ശരിയാണോ എന്ന് ആലോചിക്കണം എന്നുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംസ്ഥാനത്തിനൊപ്പം നിൽക്കാം എന്നുള്ള ഒരു പൊതു പ്രസ്താവനയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. നോക്കൂ, ഇന്നിപ്പോൾ ഇവിടെ BJP പ്രതിനിധി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. സംസ്ഥാനത്ത് സാധാരണഗതിയിൽ സർവകലാശാലകളിൽ നിയമനങ്ങൾ ഉണ്ടാകുന്നത് VC-യുടെ ലിസ്റ്റ് പ്രകാരമാണ്. ഇത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. അങ്ങനെ എടുത്ത ലിസ്റ്റ് ഹൈക്കോടതി സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് ആ നിലയിലുള്ള സംഘപരിവാർ വൽക്കരണത്തെ എതിർക്കേണ്ടത് തന്നെയല്ലേ ശ്രീ PK നവാസ്? തീർച്ചയായും. ആദ്യം BJP-യുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു വിഷയത്തോട് പ്രതികരിക്കണമെന്ന് വിചാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹം സംഘപരിവാറിന്റെ ഒരു സന്ദേശകനായി കേരളത്തിൽ എത്തിയാൽ അങ്ങനെ അദ്ദേഹത്തെ തടുക്കുകയും അദ്ദേഹത്തോട് പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തോട് ഞങ്ങൾ പറയുന്നത്, കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനം എന്നും സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾക്കെതിരെ പ്രതികരിച്ച നാടാണ്. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും അമിത്ഷാ ആയാലും ഗവർണർ ആയാലും ശരി, ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യേണ്ടതല്ലാതെ അതിനപ്പുറത്തേക്ക് കാവ്യവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങളുമായി വന്നാൽ സ്വാഭാവികമായി കേരളത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. ആ പ്രതികരണങ്ങളെ മറികടക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം BJP പ്രകടിപ്പിക്കുന്നത് അവർ കേരളത്തിന്റെ പൊതുരാഷ്ട്രീയ പ്രതികരണത്തിന്റെ അളവുകോലുകളിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് പറയാൻ ആദ്യമേ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്, നിങ്ങൾ ചോദിച്ച ചോദ്യം ഈ ലിസ്റ്റ് കൊണ്ടുവരുന്നതിൽ കാവ്യവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലേ എന്നാണ്. തീർച്ചയായും ഞങ്ങൾ ഈ ഗവർണറുടെ നിലപാടുകൾക്കെതിരെ തുടക്കം മുതൽ പ്രതികരിച്ചവരാണ്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ കോട്ട് ചെയ്തു. ഞങ്ങൾ പറയട്ടെ, ഈ വൈസ് ചാൻസലർ, ഈ ചാൻസലർ അല്ലെങ്കിൽ ഈ ഗവർണർ, ഇദ്ദേഹം ഏതെല്ലാം ഘട്ടത്തിൽ സംഘപരിവാർ അനുകൂല സമീപനങ്ങൾ എടുത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം പ്രതികരണങ്ങൾ ഏറ്റവും ആദ്യം പ്രകടിപ്പിച്ച സംഘടനയാണ് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ. ഇപ്പോ PM മാർഷൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ സംസ്ഥാനത്തുടനീളം പ്രതികരിക്കുമെന്നും സമരം ചെയ്യുമെന്നും പറയുമ്പോൾ ഇപ്പൊ എന്തുണ്ടായി എന്ന പരിശോധന നടത്തണം. ഞങ്ങൾ തുടക്കം മുതൽ ഈ ഗവർണർ വന്ന സമയം മുതൽ ഞങ്ങൾ ഗവർണർക്കെതിരെ കൃത്യമായ സ്റ്റാൻഡുണ്ട്. നിയമസഭക്കകത്ത് നമ്മൾ കൊണ്ടുവന്ന പ്രമേയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അന്ന് ആരാണ് ഈ ഗവർണറെ പ്രൊട്ടക്ട് ചെയ്തത് നമുക്കറിയാം. എന്താണ് കേരളത്തിന്റെ ഒരു മന്ത്രി തന്നെ ഗവർണറെ കണ്ടുവന്നിട്ട് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഞങ്ങളൊന്ന് പോയി കണ്ടാൽ, മുഖ്യമന്ത്രി പോയി കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഞങ്ങൾക്കുള്ളൂ, അത് ഞങ്ങൾ തീർത്തുകൊള്ളാം എന്ന് പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ അന്ന് പറഞ്ഞു അതല്ല പ്രശ്നം, മുഖ്യമന്ത്രി കാണുന്നതല്ല പ്രശ്നം, ഇത് നയപരമായി RSSന്റെ പ്രചാരകനായി ഗവർണർ മാറുന്നു എന്നതാണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞതാണ്. ഇന്നത്തെ യൂണിവേഴ്സിറ്റി സമരത്തിലേക്ക് വന്നാൽ 2 പ്രശ്നമുണ്ട് ശ്രീ നികേഷ്. ഒന്ന്, SFI പറയുന്ന കാര്യം, ഇവിടെ ഗവർണർ എന്ന് പറയുന്ന മനുഷ്യൻ, ആ വ്യക്തി അല്ലെങ്കിൽ ആ ഭരണഘടനാ പദവി ഇരിക്കുന്ന വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള 18 ലിസ്റ്റിൽ സംഘപരിവാറുകാരുണ്ട് എന്നതാണ്. ഞങ്ങൾ കൃത്യമായ ലിസ്റ്റ് പരിശോധിച്ചാണ് അതിൽ സംഘപരിവാർ ഉണ്ട്, ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട്. എന്നാൽ ആ ലിസ്റ്റ് തള്ളി മറ്റൊരു ലിസ്റ്റ് എടുക്കണം എന്നാണല്ലോ PM മാർഷൽ പറയുന്നത്. എന്നാൽ ആ ലിസ്റ്റ് ഏതാണ്? അത് CPM കൊടുത്ത ലിസ്റ്റാണ്. അതിൽ 18 പേരുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് പരിശോധിക്ക്. 18 പേരും പാർട്ടി നേതാക്കന്മാരാണ്. കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെ കേരളത്തിലെ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരാണ് സെനറ്റിലേക്ക് വരേണ്ടത് എന്നിരിക്കെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അംഗീകരിക്കണം എന്ന് CPM-ഉം SFI-യും പറയുന്നു. മറുഭാഗത്ത് സംഘപരിവാർ ഉൾപ്പെട്ട ലിസ്റ്റ് അംഗീകരിക്കണമെന്ന് ചാൻസലർ പറയുന്നു. ഇത് തമ്മിലുള്ള സംഘർഷം എന്ന് വെച്ചാൽ ഞങ്ങൾ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലയുടെ ഒരു മെറിറ്റും നോക്കാതെ, ഒരു മാനദണ്ഡവും പാലിക്കാതെ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് ഉതകുന്ന ആളുകളെ എങ്ങനെ സെനറ്റിൽ കൊണ്ടുവരാം എന്ന് പറയുന്ന തർക്കമാണ് ഇവിടെ തർക്കിച്ചോളൂ. ആ വിഷയത്തിൽ ശ്രീ PK നവാസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നോക്കൂ, കഴിഞ്ഞ കുറേ മാസങ്ങളായി ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി
സ്വാഭാവികമായും LDF ആയിരിക്കുമല്ലോ അതിന് പ്രധാന നീക്കം നടത്തുക. കൂടുതൽ വോട്ടുകൾ UDF പക്ഷത്താണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് UDF പക്ഷത്താണ് എന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ കോഴിക്കോട് മറ്റൊരു വേദി കൂടി കിട്ടിയിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്നു. അതിനു മുമ്പ് അദ്ദേഹം സംഘപരിവാരക്കാരെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് സെനറ്റിലേക്ക് വെച്ചിരിക്കുന്നു. മാത്രമല്ല അത് കേരള ഹൈക്കോടതി അത് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സമര SFIയുടെ സമരം, അതിന് കിട്ടുന്ന മാധ്യമ ശ്രദ്ധ, ഞങ്ങളാണ് സംഘപരിവാറിനെ എതിർക്കാൻ വേണ്ടി ആദ്യം രംഗത്തുള്ളത് എന്ന് ന്യൂനപക്ഷത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ സ്വാഭാവികമായ രാഷ്ട്രീയം ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അവിടെ കോൺഗ്രസ് പകച്ചു നിൽക്കുന്നുണ്ടോ? ഇപ്പോൾ PK നവാസ് ആയിക്കോട്ടെ, നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ, എടുത്തിട്ടുള്ള നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് VD സതീശനും K സുധാകരനും എടുക്കുന്ന നിലപാടുകൾ. നികേഷേ, ഈ കോൺഗ്രസ് അവിടെ പകച്ചു നിൽക്കുന്നു. ഈ ഒരു പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ളത് വരട്ടെ. അത് ചർച്ച ചെയ്യാം. ഇതിന്റെ സൈഡിൽ നമുക്കത് ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഇന്ന് കേരളം ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തേ ചർച്ച ചെയ്യുന്നില്ല? വാസ്തവത്തിൽ അതിലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ ആർഷോ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് ഗവർണറുടെ കാവ്യവൽക്കരണ നടപടികൾക്കെതിരെ ഞങ്ങൾ ശക്തമായ ഒരു സമര രംഗത്ത് ഇറങ്ങിയെന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുക. അതായത് ഗവർണർ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഇഷ്ടപ്രകാരം അവർ കൊടുക്കുന്ന പട്ടിക അനുസരിച്ച് സെനറ്റിലേക്ക് അംഗങ്ങളെ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം എന്ന് പോലും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം നിയമിക്കുന്ന ഒരു നടപടി ഉണ്ടായി. അതിനെ SFI ശക്തമായിട്ട് എതിർക്കുന്നു. ഞാൻ SFIയോടൊപ്പമാണ്. ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത് ഗവർണർ ചെയ്യരുതാത്താണ്. അതിന്റെ അധികാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വലിയ തർക്ക വിഷയമാണ്. കേരളത്തിലെ രാം ദുലാരി സിൻഹ ഗവർണറായിരിക്കുമ്പോൾ അന്ന് K കരുണാകരന്റെ ഓഫീസിൽ നിന്ന് പോയ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോയ ലിസ്റ്റ് അനുസരിച്ച് കേരള സർവകലാശാലയിൽ സെനറ്റ് അംഗങ്ങളെ നിയമിച്ചിട്ടുണ്ട്. അന്ന് ഒരു സെൻഷർ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കാൻ മാത്രമേ അന്ന് ഭരണകക്ഷിയായിരുന്ന അന്നത്തെ CPMന്റെ നേതൃത്വത്തിലുള്ള LDFന് കഴിഞ്ഞുള്ളൂ. അപ്പം ഇതിന്റെ അധികാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിൽക്കട്ടെ. പക്ഷേ ഇത് ഗവൺമെന്റിന്റെ അധികാരമാണ് വാസ്തവത്തിൽ. കാരണം ഗവൺമെന്റാണ് തീരുമാനിക്കേണ്ടത് ആ സംസ്ഥാനത്തെ സർവകലാശാലകൾ എങ്ങനെയാണ് ഭരിക്കപ്പെടേണ്ടത് എന്ന് ഗവർണറാണ് തീരുമാനിക്കേണ്ടത്. ഇവിടെ നവാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. CPM ഭരിക്കുമ്പോൾ CPMന്റെ ലിസ്റ്റാണ്, നവാസെ UDF ഭരിക്കുമ്പോൾ UDFന്റെ ലിസ്റ്റാണ്. നമുക്കിതെല്ലാം അറിയാം. ഇവിടെ ഒരു പുതിയ ഗവർണർ വരുന്നു. ആ ഗവർണർ BJPയോട് ആഭിമുഖ്യമുള്ള ആളാണ്. വേണമെങ്കിൽ BJPക്ക് വേണ്ടി ചില കാർഡുകൾ ഇറക്കി കളിക്കാൻ മടിക്കാത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ഈ ലിസ്റ്റ് വരുന്നു. അത് ആ ലിസ്റ്റ് വരും 2-3 പേരല്ല. കേരള സർവകലാശാല, അപ്പം നികേഷ് പറഞ്ഞാൽ ലിസ്റ്റ് മുഴുവനൊന്നും സ്റ്റേ ചെയ്തിട്ടില്ല. പിന്നെ കേരള സർവകലാശാലയിലെ 4 വിദ്യാർത്ഥികളുടെ നോമിനേഷൻ മാത്രമാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ലിസ്റ്റ് എന്ന് പറയുന്നത് 18 പേരാണെന്ന് തോന്നുന്നു. അവിടെ 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ വരെ BJPക്ക് അല്ലെങ്കിൽ BJPക്ക് താല്പര്യമുള്ള ആളുകളെ വിജയിപ്പിച്ചെടുക്കാവുന്ന ഒരു രീതിയിലേക്കാണ് അവിടെ നോമിനേഷൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SFI മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട്. ആ രാഷ്ട്രീയ പ്രശ്നത്തിനൊപ്പം നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊപ്പമാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഒരു വാചകം, അതും കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ സമരത്തിൽ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് ഒന്നിച്ച് അണിനിരത്താൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം ഒരു അവകാശവാദമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷയോ പ്രത്യാശയോ പ്രകടിപ്പിക്കുന്നു. ഞങ്ങൾ ശരിയല്ല ആർഷോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇത് രാഷ്ട്രീയം തന്നെയാണ്. നിങ്ങൾ കളിക്കുന്നത് ഒരു ഗവർണറോട് മാത്രമല്ല, നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരനായ ഗവർണറോടാണ്. പിണറായി വിജയനോടോ അല്ലെങ്കിൽ അതുപോലുള്ള ഏത് നേതാവിനോടും രാഷ്ട്രീയ മാനിപ്പുലേഷൻസിൽ കിടപിടിക്കുന്ന, എനിക്കറിയാം ജനമോർച്ചയൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഞാൻ ഡൽഹിയിൽ മാതൃഭൂമി ലേഖനെന്നോ അതിലെ ഏറ്റവും ഇതിന്റെ പിന്നിലെ ബുദ്ധിശക്തിയായിട്ട് പ്രവർത്തിച്ച ആളാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ആള്. ബ്രണ്ടൻ കോളേജിനേക്കാൾ വലിയ കാമ്പസാണ്, അല്ലെങ്കിൽ കോഴിക്കോടിനേക്കാൾ വലിയ കാമ്പസാണ് വാസ്തവത്തിൽ അലിഗഡ്. അവിടെ നിന്നൊക്കെ വന്ന ആളാണ്. നിങ്ങൾ രാഷ്ട്രീയം കളിക്കുമ്പോൾ രാഷ്ട്രീയക്കാരനോടും കൂടിയാണ് കളിച്ചത്, ഗവർണറോട് മാത്രമല്ല. ഒരു സാധാരണ ഗവർണറാണെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധവും കറുത്ത കൊടിയും കാണുമ്പം എല്ലാം ഇട്ടിട്ടിറങ്ങി പോകും. അങ്ങനത്തെ ഒരു ഗവർണറോടല്ല, ഒരു വ്യക്തിയോടല്ല. നിങ്ങളുടെ രാഷ്ട്രീയക്കാരനോടാണ് കാണിച്ചത്. ആ രാഷ്ട്രീയ കളിയിൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറയുന്നു ഗവർണറെ കാല് കുത്താൻ അനുവദിക്കില്ല. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ താമസിക്കാനിരുന്ന ഗവർണർ ആ പരിപാടി അല്ലെങ്കിൽ അവിടുത്തെ അക്കോമഡേഷൻ ക്യാൻസൽ ചെയ്തിട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ വരുന്നു. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ മെയിൻ ഗേറ്റിലൂടെ കടന്നുപോയി. നിങ്ങൾ ഇരുട്ടിൽ നിന്ന് പ്രതിഷേധിച്ചു.
നിങ്ങൾ കെട്ടിയ ബാനറുകൾ അഴിപ്പിച്ചു. പിന്നെ നിങ്ങൾ വേറെ ഇരുട്ടിൽ വേറെ കെട്ടിയെന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്നിട്ട് ഇന്നെന്താ ചെയ്തത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ശക്തിയുള്ള കോഴിക്കോട് നഗരത്തിൽ നിങ്ങൾ കാമ്പസിൽ കയറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എനിക്ക് ആരുടെയും സഹായം വേണ്ട, സപ്പോർട്ട് വേണ്ട, പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം പറഞ്ഞാലും കൃത്യമായ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അദ്ദേഹം മാനാഞ്ചിറയിലും മിഠായി തെരുവിലും പോകുന്നു, കടകളിൽ കയറുന്നു, കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു, ആളുകളെ ഉമ്മ വെക്കുന്നു, ഹൽവ വാങ്ങുന്നു, രുചിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ കളിയാണ് ഇന്ന് ഗവർണർ നടത്തിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കളിയാണ്. അതിൽ അത് മനസ്സിലാക്കി ഇതിനെ നേരിടുന്നതിന് SFIക്ക് സാധിച്ചില്ല എന്നുള്ളത് പോട്ടെ, SFI നിയന്ത്രിക്കുന്ന CPM-നോ ഭരണകൂടത്തിനോ സാധിച്ചില്ല. അതായത് ഒരു വെറും ഗവർണറോടായിരുന്നില്ല നിങ്ങൾ ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത്, നല്ലൊരു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് കണക്കാക്കാതെയാണോ ക്യാമ്പസിൽ കാലുകുത്തിക്കില്ല എന്ന് SFI പ്രഖ്യാപിച്ചത്? ഇതിനകത്ത് ഞങ്ങളൊരു ഘട്ടത്തിലും ഒരു മല്ലുയുദ്ധം നടത്താം എന്നുള്ള ധാരണയുടെ പുറത്തല്ല ഈ സമരത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സ്വാഭാവികമായും ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം എന്നുള്ളത് അദ്ദേഹത്തെ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്നുള്ളത്, അദ്ദേഹം ക്യാമ്പസിനകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ വടിയെടുത്ത് അടിച്ചോടിക്കും എന്നുള്ള നിലയിലല്ലോ, അതല്ലല്ലോ ഒരു ജനാധിപത്യ രീതി. സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ക്യാമ്പസുകൾ ഇടം കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് സൂചിപ്പിക്കാനുള്ളത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തുക എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ സംബന്ധിച്ച് നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് ആർക്കും തർക്കമല്ല. 8ഓളം രാഷ്ട്രീയ പാർട്ടികളിലൂടെ കയറി ഇറങ്ങി ഏറ്റവും ഒടുവിൽ എവിടെയെല്ലാം അധികാരം ലഭ്യമാകുമോ ആ ഇടങ്ങൾ തേടിപ്പിടിച്ച് ആ ഇടങ്ങളിലേക്ക് എത്തുന്നതിനകത്തടക്കം വലിയ വൈദഗ്ധ്യം കാണിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഈ ഘട്ടത്തിലടക്കം ഇതിന് തൊട്ടു മുൻപ് ഇദ്ദേഹം വല്ലാതെ പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തെരുവിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ ഇന്ന് കാണിച്ചതുപോലുള്ള ഷോ ഓഫുകളുമായി ഇതിനു മുൻപ് ഇറങ്ങിയത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ തൊട്ടു മുൻപായിരുന്നു. ഇപ്പോൾ വീണ്ടും നിലവിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാനിരിക്കുന്നു. അതേപോലെ തന്നെ വീണ്ടും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കാനിരിക്കുന്നു. ഈ ഒരു ഘട്ടം എത്തുമ്പോൾ അദ്ദേഹം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോ ഓഫ് ഒക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് എന്നുള്ളതിനകത്ത് യാതൊരു തർക്കമില്ല. ഇപ്പോൾ സണ്ണിക്കുട്ടി അബ്രഹാം അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മല്ലുയുദ്ധത്തിന് തയ്യാറാകണം എന്ന നിലയ്ക്കാണെങ്കിൽ ഞങ്ങൾ അതിനല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉയർത്തുന്നത് രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ 3 ദിവസം ക്യാമ്പസിനകത്ത് കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് എത്തുന്ന ഘട്ടം മുതൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം താമസം മാറ്റി കാലിക്കറ്റ് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് താമസം യൂണിവേഴ്സിറ്റിയിലേക്ക് മാറ്റുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രകോപനം സൃഷ്ടിക്കുക, എങ്ങനെയെങ്കിലും അദ്ദേഹം അറ്റാക്ക് ചെയ്യപ്പെടണം എന്നുള്ളത്. അതായത് അദ്ദേഹം ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുഴുവൻ ഗേറ്റുകളും വേണമെങ്കിൽ ഉപരോധിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ താമസം ഗസ്റ്റ് ഹൗസിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. കൃത്യമായി ക്യാമ്പസിലേക്ക് മാറ്റി എന്ന് പറയുന്നതാണ് അദ്ദേഹം ആ രീതി, ആ SFI എന്താണെന്ന് കണ്ട് അതിനേക്കാൾ വലിയ അത് തൊട്ടിങ്ങോട്ട് അത് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നതടക്കം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്നല്ലേ അദ്ദേഹം എന്നെ അറ്റാക്ക് ചെയ്യുന്ന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ ക്യാമ്പസിന്റെ പുറത്തേക്ക് ഇറങ്ങി ബാനർ നീക്കുക എന്നുള്ളത്, അതിനകത്ത് ഒരു തരത്തിലുള്ള അശ്ലീലമോ അസഭ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നുമുള്ള ബാനറല്ല. ഇത് മുഴുവൻ അഴിച്ചു കളയുന്നതിന് വേണ്ടി നിർദ്ദേശിക്കുന്നത്, ഷൗട്ട് ചെയ്യുന്നത്, വിദ്യാർത്ഥികളെ ആവർത്തിച്ച് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് അടക്കമുള്ളവ പ്രകോപനം സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ആ പ്രകോപനത്തിൽ വീഴാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആവശ്യം ഇന്നിപ്പോൾ അദ്ദേഹം മറ്റേ EMS ചെയറിനകത്തേക്ക് ഈ പറഞ്ഞ പോലെ EMS സെമിനാർ ഹാളിനകത്തേക്ക് കയറിപ്പോയി. ഇതാണ് SFIയുടെ കേന്ദ്രം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിനകത്തേക്ക് കയറിപ്പോയി. ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊട്ടക്ഷൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാനാഞ്ചിറയിലും മിഠായി തെരുവിലും പോയി. ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് നേരെ ഒരു ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ അറ്റാക്ക് ഉണ്ടായി ഈ വിഷയത്തിൻ്റെ ഈ സമരത്തിൻ്റെ മെറിറ്റ് നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകണം. ഈ വിഷയത്തിൽ നിന്നും ചർച്ച വഴിതിരിച്ചു പോകുന്ന നിലയുണ്ടാകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പദ്ധതി. അതിനുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു അദ്ദേഹവും കഴിഞ്ഞ
ആളുകൾ പത്മകുമാർ, അതിനെ ഒരുമിച്ചിരുന്ന് താങ്കളുടെ തയ്യാറാക്കിയത്. മറുപടി വേണം. ആ സ്ക്രിപ്റ്റിനൊത്ത് നോക്കൂ, ഞാൻ വരാം, പോകുന്നതിന് CPM വേണ്ടി ഞങ്ങൾ മാഷോ. ഉദ്ദേശിച്ചിട്ടില്ല നോക്കൂ, ഒന്ന് വൈകാരിക SFI-ക്കാര് പ്രകടനങ്ങൾക്ക് കരിങ്കൊടി വീണ് പോകാൻ പ്രതിഷേധം ഞങ്ങൾ നടത്തിയപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളത്. അദ്ദേഹം റോഡിലിറങ്ങി SFI പ്രവർത്തകരെ വെല്ലുവിളിച്ചു. ഒരു VIP മൂവ്മെന്റ് സമയത്ത് VIP കാറിൽ നിന്ന് ഇറങ്ങുക, പ്രതിഷേധിക്കുന്നവരുടെ നേരെ പാഞ്ഞെടുക്കുക, അവരെ ക്രിമിനൽ എന്ന് വിളിക്കുക, ഗുണ്ട എന്ന് വിളിക്കുക, ഫൂൾ എന്ന് വിളിക്കുക എന്നത് സാധാരണഗതിയിൽ നമ്മൾ കാണാറില്ല. ഇതേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെയാണ് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾ 2.5 വർഷം പിടിച്ചു വെച്ചിട്ടുള്ളത്. പിന്നീട് സുപ്രീം കോടതിയുടെ ശാസനം കേട്ടതിന് ശേഷം അദ്ദേഹം എല്ലാം കൂടെ മൊത്തക്കച്ചവടം നടത്തി രാഷ്ട്രപതിക്ക് അയക്കുന്നു. ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഇനിയിപ്പോൾ ക്രമസമാധാനത്തിൻ്റെ നിലയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനാവശ്യമായ രേഖ തെളിവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ EMS ചെയറിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം മിഠായി തെരുവിലേക്ക് പോകുന്നു, വഴിയിൽ കണ്ട കുട്ടികളെ എടുക്കുന്നു, ആളുകളുമായി സെൽഫിക്ക് നിൽക്കുന്നു, എന്നിട്ട് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെ ശ്രീ JR പത്മകുമാർ, ഇന്നലെ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ളവർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ തന്ത്രമാണോ അല്ലെങ്കിൽ ബുദ്ധിയാണോ? അല്ല, ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ, പിണറായി വിജയനുമായി ആലോചിച്ച് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്നത്? 3 കാര്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. 3 കാര്യങ്ങളിൽ ഞാൻ മറുപടി പറയാം. 3 കാര്യങ്ങൾക്ക് നിങ്ങൾ എനിക്ക് സമയം തന്നാൽ മതി. ഒന്ന്, ഒരു ഗവർണറെ താമസിക്കുന്ന രാജ്ഭവൻ. ആ രാജ്ഭവനകത്ത് ഒരു ദിവസം SFIയുടെ ആളുകൾ ചെന്ന് അതിൻ്റെ മുമ്പ് ധർണ നടത്തുന്നതിന് ആർക്കും എതിർപ്പില്ലല്ലോ. ആ ധർണ നടത്തിയതിന് ശേഷം ഗവർണറുടെ വസതിയിലേക്ക് അകത്തേക്ക് ഓടിക്കയറി ഗവർണറുടെ വീടിന് താമസിക്കുന്ന സ്ഥലം വരെ അടുത്തുവരെ എത്തി. ഇത് കേരളത്തിലല്ലാതെ വേറെ അടുത്ത് നടക്കുമോ? എന്തുകൊണ്ട് അങ്ങനെ നടന്നു? അത് ആദ്യം നിങ്ങളത് ആലോചിക്കണം. ഇതൊരു രാഷ്ട്രീയ സമരമാണോ എന്നുള്ളത്. 2, തിരുവനന്തപുരം രാജ്ഭവനിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന റൂട്ടും സമയവും സ്പെഷ്യൽ ബ്രാഞ്ചുകാർ ചോർത്തി കൊടുക്കുന്നു. ആ ചോർത്തി കൊടുത്തതിന് ശേഷം ഒരു സ്ഥലത്തല്ല, രാജ്ഭവൻ്റെ അടുത്തുനിന്ന് വെള്ളയമ്പലത്തേക്ക് വരുമ്പോൾ അവിടെ ആക്രമണം നടത്തുന്നു, പോലീസ് തടയുന്നു. അത് കഴിഞ്ഞിട്ട് നിയമസഭ നമ്മുടെ MLA ക്വാർട്ടേഴ്സിൻ്റെ അടുത്ത് വെച്ച് ആക്രമണം നടത്തുന്നു. അത് കഴിഞ്ഞ് പേട്ട പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ വലിയ മാരകമായ രീതിയിൽ ആക്രമണം നടത്തി. ഇപ്പോൾ എടുത്തിട്ടുള്ള കണക്കനുസരിച്ച് 76,000 രൂപയുടെ നഷ്ടം ആ വാഹനത്തിൽ ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ ഒരു VIP വാഹനത്തിൽ VVIP ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് വാഹനത്തിനകത്തിരിക്കുമ്പോൾ പോലീസുകാർ നോക്കി നിൽക്കുകയും വാഹനത്തിനകത്തിരുന്ന് ഇദ്ദേഹത്തെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്തിരുന്ന് മരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ധൈര്യപൂർവ്വം താഴെ ഇറങ്ങി പോലീസ് ഇതിന് ഒത്താശ ചെയ്യുന്നു, എൻ്റെ കൂടെ വരുന്നവർ തന്നെ എന്നെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം രംഗത്തിറങ്ങി, വെളിയിലിറങ്ങി, നിങ്ങൾ ആക്രമിക്കണമെങ്കിൽ എന്നെ ആക്രമിച്ചോ, കമാൺ എന്ന് വിളിച്ചു. അതിലെന്താ തെറ്റ്? അദ്ദേഹത്തെ മാന്യമായി അദ്ദേഹത്തിൻ്റെ യാത്ര അവസാനിപ്പിക്കുന്ന സ്ഥലം വരെ എയർപോർട്ട് വരെ കൊണ്ടുപോകേണ്ട ചുമതല സ്റ്റേറ്റിനാണ്. ആ സ്റ്റേറ്റിന് ആഭ്യന്തര വകുപ്പിനാണ്. അവിടെ ആഭ്യന്തര വകുപ്പ് പരാജയപ്പെട്ടാൽ VIP-കൾ ഇങ്ങനെ ഇറങ്ങി പ്രതികരിക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന SFIക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അതായത് ഗവർണർക്കല്ല. 2, നിങ്ങൾ പറയുന്നത് സുപ്രീം കോടതി എന്തൊക്കെ ശാസന കൊടുത്തു എന്ന്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടനയിൽ ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട്. ഓരോരുത്തർക്കും ഇരിക്കേണ്ട സ്ഥലവും നിശ്ചയിച്ചിട്ടുണ്ട്. ഏതൊക്കെ കാര്യത്തിൽ അഭിപ്രായം പറയാം, പല അഭിപ്രായങ്ങളും പറയും. ഇത്ര ദിവസത്തിനകം നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഒരു കോടതിയും പറയില്ല ഒരു ഗവർണറോട്. ഗവർണർക്ക് നിക്ഷിപ്തമായ അധികാരമാണ്. ബില്ല് വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം, വേണമെങ്കിൽ അംഗീകരിക്കാം, വേണമെങ്കിൽ പ്രസിഡന്റിന്റെ ഇതിലേക്ക് അയക്കാം, അല്ലെങ്കിൽ തിരിച്ച് നമ്മുടെ നിയമസഭയ്ക്ക് വീണ്ടും റീകൺസിഡറേഷൻ അയക്കാം. അദ്ദേഹത്തിന്റെ അവകാശമാണ് അത്. നിങ്ങൾ ഈ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ അംഗീകരിക്കുന്ന ഒരേ തുല്യ എന്താണ് എന്നോട് കേരളത്തിന്റെ കേസെടുക്കുന്ന സമയത്ത് കുറച്ചു ദിവസം ഉറങ്ങിപ്പോയിരുന്നു JR പത്മകുമാർ. സുപ്രീം കോടതി പറഞ്ഞൊന്നും താങ്കൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഗവർണർക്ക് ഇഷ്ടമുള്ള കാലഘട്ടം ഈ ബില്ല് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സുപ്രീം കോടതി തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി പറഞ്ഞ കാര്യത്ത് ആ ദിവസങ്ങളിൽ ഉറങ്ങിപ്പോയതാണോ? പറ്റില്ല. നിങ്ങൾ ഉറങ്ങുന്നതും ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങാതിരിക്കുന്നതും തുല്യം തന്നെയാണ്. ഏത് ഓർഡറാണ് കേട്ടോ നിങ്ങളെ എഴുതാൻ ഇത്ര ദിവസത്തിനകത്ത് ഒപ്പിട്ട് കൊടുക്കണമെന്ന് ഏത് കോടതിയാണ് പറഞ്ഞത്? ഞാൻ അതേക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു കേസ് നടത്തുമ്പോൾ കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ വരുമ്പോൾ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായമല്ല, വിധിയല്ല.
ഒരു ഡയറക്ഷനും സുപ്രീം കോടതി കൊടുത്തിട്ടില്ല ഇത്ര ദിവസത്തിനകത്ത് ഈ ഗവർണർ ഒപ്പിടണമെന്ന്. അതിനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഇല്ല. ഭരണഘടന അനുസരിച്ചാണ് സുപ്രീം കോടതിയും പ്രവർത്തിക്കുന്നത്, ഭരണഘടന അനുസരിച്ചാണ് ഗവർണറും പ്രവർത്തിക്കുന്നത്. അതല്ലാതെ ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നും പറയാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല, ഗവർണറും കഴിയില്ല. ജെ ആർ പത്മകുമാർ അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തി പോയിക്കോളൂ. സുപ്രീം കോടതി അക്കാര്യത്തിൽ വിധിന്യായം എഴുതാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലുകളിൽ ഒപ്പിട്ടിട്ടുള്ളത്. ബുധനാഴ്ച കേസ് വെച്ചിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സെക്രട്ടറിയോട് ഈ പറയുന്ന തങ്ങൾ നേരത്തെ പഞ്ചാബ് കേസിൽ വിധിന്യായം വായിച്ചു നോക്കാൻ ആവശ്യപ്പെടുകയും ആ വിധിന്യായം വായിച്ചു നോക്കിയതിന് ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് താങ്കൾ ഉറങ്ങിപ്പോയോ? പഞ്ചാബ് കേസിനെ കുറിച്ച് അല്ലല്ല, പഞ്ചാബിന്റെ കേസിനെ സംബന്ധിച്ച് ആരിഫ് ഖാൻ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഗവർണർ അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ആശ്വസിക്കുക, സുപ്രീം കോടതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറയുമെന്ന് പൊതുവായ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കുമെന്നല്ലാതെ ഗവർണറൊക്കെ നിർദ്ദേശിക്കുന്ന ഇന്ന് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായ അധികാരം വിനിയോഗിക്കാൻ ഒരിക്കലും സുപ്രീം കോടതി ഡയറക്ഷൻ കെടുക്കില്ല എന്നാണ് എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, അക്കാര്യത്തിൽ ഇനിയിപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ എപ്പോൾ ഒപ്പിടണം, ആസ് സൂൺ ആസ് പോസിബിളിയുടെ വ്യാഖ്യാനം എന്താണ്, ഏതൊക്കെ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കാം തുടങ്ങിയ കാര്യങ്ങൾ അമെൻഡ് ചെയ്ത് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി മാറില്ല, സുപ്രീം കോടതി മാറുന്ന നിർദ്ദേശങ്ങൾ മാറില്ല, സുപ്രീം കോടതിയുടെ ഇടപെടലും മാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, എന്തൊക്കെയാണ് നടത്തിക്കൂട്ടുന്നത് ശ്രീ ജെ ആർ പത്മകുമാർ? ഒന്ന്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന്റെ ബില്ലല്ലത്, സംസ്ഥാന നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകളാണവ. ആ ബില്ലുകളെ പാസാക്കാൻ കൂട്ടാക്കാതെ 2.5 വർഷക്കാലം അട്ടത്ത് വെക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനെയാണ് സുപ്രീം കോടതി ഇടപെട്ട് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രപതി ഭവനിലേക്കെങ്കിലും എത്തിച്ചിട്ടുള്ളത്. അക്കാര്യത്തില് എന്തായാലും സംസ്ഥാന സർക്കാർ അവരുടെ റിട്ട് അമെൻഡ് ചെയ്ത് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. അതും ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ. നോക്കൂ, അവിടെ മാത്രം തീരുന്നില്ല. ഇതാ ഇപ്പോ സർവകലാശാലകളില് സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തിന് തുനിയുകയാണ്. കഴിഞ്ഞ ദിവസം നേരത്തെ ആർഷോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പറയുന്ന സംഘപരിവാറിന്റെ കാവ്യവൽക്കരണത്തെ ന്യായീകരിച്ച് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ സാമ്പത്തിക അടിയന്തരാവസ്ഥ, ഇതായിപ്പോ സെമി സാമ്പത്തിക അടിയന്തരാവസ്ഥ ഘട്ടത്തിലാണ് നിൽക്കുന്നതെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ്. ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിനെ കേരളത്തിലെ 59 പിരിച്ചുവിട്ടതുപോലെ പത്മകുമാറെ ഒരിക്കൽ കൂടി ഈ സർക്കാരിനെ കൂടി പിരിച്ചുവിടാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. അല്ല, അതാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത്. ഇതിനെ ഒരു നിമിഷം പോലും ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കി അതിൽ കേന്ദ്രത്തെ ഇടപെടിപ്പിക്കാം എന്നാണ് പിണറായി വിജയനും LDF ശ്രമിക്കുന്നത്. അത് നടക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ അതിൽ ഞാൻ വരാം അത്രയാണ് താങ്കൾക്ക് പറയാനുള്ളത്. ശ്രീ നവാസ്, തണ്ട് നോക്കി കളിക്കാൻ പോകട്ടെ എന്നാണ് ജെ ആർ പത്മകുമാർ പറഞ്ഞത്. അതായത് സംഘപരിവാർ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കിട്ടിയില്ല. പറഞ്ഞോ അല്ല, പൂർത്തിയാക്കും. ഞാൻ വിചാരിച്ച 3 കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചതെന്ന് താങ്കൾ ആദ്യം തന്നെ പറയുകയും 3 ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞാൽ ഇല്ലല്ല, ഈ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞു വരുന്നാൽ ഇത്രയും കാലം കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇവിടെ ഈ കമ്മിവൽക്കരണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഈ കുറെ ആളുകളെ പത്മകുമാർ സണ്ണിക്കുട്ടി അബ്രഹാം അതിന് ഖണ്ഡിതമായി മറുപടി പറഞ്ഞു കഴിഞ്ഞു. നോക്കൂ, ഓരോ സർക്കാരാണ് ഇവിടെ. നിങ്ങൾ BJPക്ക് ഒരു സീറ്റില്ല സാറേ. അല്ല, നിങ്ങൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന്റെ ശ്രീധരൻ കിട്ടിയൊന്നും അല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയും ഗ്രാൻഡോട് കൂടിയും സാമ്പത്തിക സഹായത്തോടു കൂടിയും സഹകരണത്തോടു കൂടിയും പ്രവർത്തിക്കുന്നതാണ്. UGCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് സഹായവും അതുപോലെ കേന്ദ്ര നമ്മുടെ HRD മിനിസ്റ്ററുടെ സഹായത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. അത് നിങ്ങൾക്ക് തോന്നിയതുപോലെ നടത്താനുള്ളതല്ല. അതിന് നിലവിൽ നിയമമുണ്ട് ഇന്ത്യയിൽ. ആ നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നത് അതിൽ അധികാരം പ്രയോഗിക്കാനുള്ള കഴിവും അധികാരവും അവകാശവും ഇന്ത്യൻ യൂണിയൻ ഉണ്ട്. കേരളത്തിലെ സർവകലാശാലകള് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത ശ്രീ പത്മകുമാർ അങ്ങേക്കില്ല എന്ന് തോന്നുന്നു. നോക്കൂ, കേരളത്തിലെ സർവകലാശാലകളുടെ സർവകലാശാലകളിലെ കേൾക്കൂ, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയുന്നത്
നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചാൻസലറായി ഗവർണറെ നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന നിങ്ങളെ നിയമസഭ SFI-ക്കാർക്ക് PG പാസാക്കിയ എടുക്കാനും, ബില്ലിന്റെ SFI-ക്കാർക്ക് അടിസ്ഥാനത്തിലെ ഡോക്ടറേറ്റ് എടുക്കാനും, ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ടാണ്. ജോലി കൊടുക്കാനും, നോക്കൂ ജോലി കിട്ടാനുള്ള പൂർത്തിയാക്കട്ടെ, സ്ഥാപനം. നമുക്ക് പൂർത്തിയാക്കട്ടെ. അല്ല, അപ്പോ ആ ചാൻസലറുടെ കീഴിലുള്ള നിങ്ങൾ പ്രോ ഇവിടുത്തെ ചാൻസലർ SFI ആയിക്കൊള്ളട്ടെ, PhD എടുക്കാനും, വൈസ് ചാൻസലർ ആയിക്കോട്ടെ, പോസ്റ്റ് പ്രോ വൈസ് ഗ്രാജുവേഷൻ ചാൻസലർ എടുക്കാനും, ആയിക്കൊള്ളട്ടെ, ശ്രീ അതുപോലെ ജയപത്മകുമാർ ഇവരുടെ നിയന്ത്രണത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഇവരെ നിയോഗിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന്റെ അല്ല, അങ്ങനെയാണ് നിർദ്ദേശപ്രകാരം പൈപ്പ്. അല്ല, സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഉപദേശപ്രകാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഗവർണറോട് ഇന്നയാളെ ചാൻസലറായി നിയോഗിക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഇവിടെ കാര്യങ്ങൾ നടന്നു പോകാറുള്ളത്. നവംബർ 30-ാം തീയതി അല്ല, നിങ്ങൾ നവംബർ 30-ാം തീയതി സുപ്രീം കോടതി വിധി നോക്കൂ. ഗവർണറോട് എന്താണ് പറഞ്ഞിട്ട്, ഈ ചാൻസലറോട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ വായിച്ചു നോക്കൂ. നിങ്ങൾ ഇവിടെ SFI-ക്കാർക്ക് ഡോക്ടറേറ്റ് എടുക്കാനും PG എടുക്കാനും കുറെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടാനുമുള്ള ഒരു ഇടമാക്കി ഇതിനെ മാറ്റിയിരുന്നു. അവിടെ നിന്ന് മാറ്റിയിട്ട് ജനാധിപത്യ പ്രക്രിയയിലേക്കാണ് ഇപ്പൊ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കഴിവുള്ള സമർത്ഥരായ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. ശരി, ഈ നമ്മുടെ എങ്ങനെയാണോ ഈ ഒരു കലാശാലകൾ എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ശരി, ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് കുറച്ച് സമയമായല്ലോ നിൽക്കുന്നത്. ദയവായി തുടരുക ശ്രീ ജെ ആർ പത്മകുമാർ. ശ്രീ പി കെ നവാസ്, ഒന്ന് കണ്ടു നോക്കി കളിക്കാൻ പഠിക്കണം എന്നുള്ള ഉപദേശം ജെ ആർ പത്മകുമാറിന്റെ. രണ്ടാമത് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം തന്നെ താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിരുന്നു. സാധാരണഗതിയിൽ UDF ഭരിക്കുമ്പോൾ ലീഗിന്റെ ലിസ്റ്റാണ്, അല്ലെങ്കിൽ ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി നൽകുന്ന ലിസ്റ്റ്. ഇപ്പോൾ സ്വാഭാവികമായും CPM-ന്റെ കാലഘട്ടത്തിൽ CPM നൽകുന്ന ലിസ്റ്റ്. പക്ഷേ ഇവിടെ CPM ലിസ്റ്റോ ലീഗിൻ്റെ ലിസ്റ്റോ ഒരു കാലഘട്ടത്തിലും ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ 4 പേരുടെ സസ്പെൻഷൻ ഉണ്ടായിട്ടുള്ളല്ലോ. ആ നിലയിലൊരു സസ്പെൻഡ് ചെയ്ത കോടതി വിധി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും പി കെ നവാസ്, പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ സംഘപരിവാർ എഴുതി കൊടുത്ത ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ അത് തുടരേണ്ടതുണ്ടോ പി കെ നവാസ്? തീർച്ചയായും 2 കാര്യങ്ങളാണ് അതിൽ കൃത്യമായി പറയാനുള്ളത്. ഒന്ന്, നേരത്തെ ജയപത്മകുമാർ പറഞ്ഞ പോലെ എങ്ങനെയാണ് RSSകാർ ഈ ലിസ്റ്റിൽ വന്നത്, ABVP-കാർ ലിസ്റ്റിൽ വന്നത് പരിശോധിക്കപ്പെടണം. ഞങ്ങൾ പറയുന്നത് ഈ സർവകലാശാലകളുടെ അക്കാഡമിക് കൗൺസിൽ, സിൻഡിക്കേറ്റിൽ, സെനറ്റിൽ, യൂണിവേഴ്സിറ്റി യൂണിയൻ തിരഞ്ഞെടുപ്പുകളിലൊന്നും ഒരിടത്ത് പോലും ജയിക്കാൻ കഴിയാത്ത ഒരു സംഘടനയെ എങ്ങനെയാണ് ഈ ചാൻസലർ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് കൊടുത്തതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് 100% അതിനോട് വിയോജിപ്പ് രേഖപ്പെടുന്നവരാണ് നമ്മൾ. 2, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇതിൽ ലീഗിന്റെ പ്രതിനിധി വന്നു, ഞങ്ങൾ അത് രാജിവെക്കേണ്ട എന്നാണ്. ഞങ്ങൾ 100% പറയുന്നു. ഇപ്പോ SFI-യുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഇന്ന് പറഞ്ഞു രാജിവെക്കപ്പെടണം. SFI-യുടെ വിദ്യാർത്ഥി പ്രതിനിധിയായി 4 പേർ വന്നതിൽ 2 പേർ SFI നേതാക്കന്മാരാണ്, 2 പേർ ABVP നേതാക്കന്മാരാണ്. ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ധാർമ്മികമായി ആദ്യം ഈ പറയുന്ന ചാൻസലർ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിലുള്ള ഞങ്ങളുടേത് വേണ്ട, ഞങ്ങൾ രാജിവെച്ച് സമരത്തിൽ ഇറങ്ങുന്നത് പ്രഖ്യാപിക്കാൻ തുടരില്ല അല്ലേ? ഞാൻ പറയാം, ഞങ്ങളുടെ ഒരു പ്രതിനിധിയാണ് അതിലുള്ളത്. ഞങ്ങൾ വളരെ കൃത്യമായി അത് പറയുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ലിസ്റ്റ് സുതാര്യമായി നേരത്തെ പറഞ്ഞതുപോലെ അക്കാദമിക് പെർഫോമൻസിന്റെ ബേസിസിലായി ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണ്. ഒരു സംശയം ഞങ്ങൾക്കില്ല. അല്ലാതെ CPM ഒരു ചുവന്ന ലിസ്റ്റും ഈ ചാൻസലർ ഒരു കാവി ലിസ്റ്റും കൊണ്ടുവന്ന് രണ്ടും നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ BJP-യെ ഒരു പടി മുമ്പിൽ നിന്ന് സമാനമായിട്ട് തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ചുവന്ന ലിസ്റ്റിനെയും പി കെ നവാസും MSF-ഉം കാണുന്നത്. നിങ്ങൾ ആ ലിസ്റ്റ് പരിശോധിക്കുക. ഞാൻ പറയട്ടെ, ആ ലിസ്റ്റിലുള്ള 4 പേരുടെ പേര് ഞാൻ എന്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറയാം. ഒന്ന്, കൈരളി ചാനൽ റിപ്പോർട്ടർ PV കുട്ടൻ ആ ലിസ്റ്റിലുണ്ട്. ഏതടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നു? ദേശാഭിമാനിയുടെ കോഴിക്കോട് ബ്യൂറോ മാനേജർ ആ ലിസ്റ്റിലുണ്ട്. എന്താ അതിന്റെ അടിസ്ഥാനം? മറ്റൊന്ന്, ദേശാഭിമാനി വീക്ക്ലിയുടെ എഡിറ്റർ ആ ലിസ്റ്റിലുണ്ട്. എന്താ അതിന്റെ മാനദണ്ഡം? ദേശാഭിമാനിയുടെ തന്നെ 2 റിപ്പോർട്ടർമാർ ആ ലിസ്റ്റിലുണ്ട്. ഇതൊക്കെ എങ്ങനെ വരുന്നതാണ്? സണ്ണിക്കുട്ടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ആർഷോ അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. തീർച്ചയായിട്ടും മറുപടി കുറച്ചധികം കാര്യങ്ങൾക്കകത്ത് പറഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നവാസ് പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രം മറുപടി പറയുക, ബാക്കി വേറൊരു സമയം തരാം. അതെ 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 അല്ല, അതിനകത്ത് വളരെ കൃത്യമായി ഓരോ ഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ അതുമായി ആഭിമുഖ്യമുള്ള ആളുകളൊക്കെ സെനറ്റിനകത്തേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന നിലയുണ്ടാവും എന്നുള്ളതിനകത്ത് നേരത്തെ അദ്ദേഹം പറഞ്ഞതിനകത്തൊക്കെ വാസ്തവമുണ്ട്. ഇതേ നിലയ്ക്ക് തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിട്ടുള്ളത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയാണെങ്കിലും കേരള സർവകലാശാലയാണെങ്കിലും 2 സർവകലാശാലകളിലും ചാൻസലർ
ഈ പറഞ്ഞ പോലെ വൈസ് ചാൻസലറോട് ലിസ്റ്റ് ആവശ്യപ്പെടുന്ന നിലയുണ്ടായിട്ടുണ്ട്. 2 സർവകലാശാലകളിലേക്കും വൈസ് ചാൻസലർമാർ പരിശോധന നടത്തി ആളുകളുടെ ലിസ്റ്റ് സമർപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഒരാളെങ്കിലും അയോഗ്യതയുള്ള ആളുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഒരാൾ പോലും അയോഗ്യനായിട്ടുള്ള ആളില്ല. ഇനി കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് വൈസ് ചാൻസലർ കൊടുത്തിട്ടുള്ള ലിസ്റ്റിനകത്താണ് വൈസ് ചാൻസലർ കൊടുത്തിട്ടുള്ള നികേഷ് ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. പറഞ്ഞോളൂ നവാസ്. ആർഷോ പറഞ്ഞ അയോഗ്യത ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം. ജൂൺ മാസം 6-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയുടെ നോമിനേറ്റ് സിൻഡിക്കേറ്റ് വന്നല്ലോ. അത് 2 പേരുടെ പേര് ഞാൻ പറയാം. അവരുടെ യോഗ്യത എന്താണ് എന്ന് ആർഷോ പറയണം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലിജീഷ്, നിങ്ങളുടെ കൊയിലാണ്ടി ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അയാൾ എന്ത് യോഗ്യതയാണ് സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് വരാൻ, സെനറ്റ് അല്ല സിൻഡിക്കേറ്റിലേക്ക് വരാൻ എന്ത് യോഗ്യതയാണ് ആർഷോ ഉള്ളത്? 2 മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ കലീമുദ്ദീൻ, ഈ 2 പേരുടെയും യോഗ്യത എന്താണ് എന്ന് ആർഷോ പറ. ആർഷോ. അല്ല, തീർച്ചയായിട്ടും അതിലേക്ക് വരാം. അതിനു മുൻപ് ആദ്യം ചോദിച്ച ചോദ്യത്തിനകത്ത് ഉത്തരം പറഞ്ഞ് പൂർത്തീകരിക്കണമല്ലോ. നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്ത് 18 അംഗങ്ങളുടെ സെനറ്റുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ കൊടുത്തിട്ടുള്ള ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള 2 വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥികൾക്ക് SFI ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ആ 2 വിദ്യാർത്ഥികൾ ഏത് നിലക്കാണ് സെനറ്റിനകത്തേക്ക് സർവകലാശാല നോമിനേറ്റ് ചെയ്ത സർവകലാശാല വൈസ് ചാൻസലർ നോമിനേറ്റ് ചെയ്ത ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്? കൃത്യമായിട്ടുള്ള അവരുടെ അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചതിൻ്റെ ഭാഗമായി കൃത്യമായ അക്കാദമിക് മെറിറ്റുള്ള സർവകലാശാല പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ റാങ്ക് നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥി SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി വളരെ കൃത്യമായി ദേശീയ തലത്തിൽ ഉൾപ്പെടെ കായിക മത്സരങ്ങൾക്കകത്ത് മെഡൽ നേടി മെഡൽ ജേതാവായിട്ടുള്ള കൃത്യമായി സർവകലാശാല ആക്ട് പറഞ്ഞിട്ടുള്ള മാനദണ്ഡ പ്രകാരമുള്ള ലിസ്റ്റ് വൈസ് ചാൻസലർ കൊടുത്ത ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് SFI പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ ഉൾപ്പെട്ട ആളുകൾ അത്രയും അക്കാദമിക് മെറിറ്റുള്ള ആളുകൾ സെനറ്റ് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടുള്ള ആളുകൾ അത്രയും അക്കാദമിക് മെറിറ്റുള്ള ആളുകൾ സർവകലാശാല ആക്ട് പറഞ്ഞ പ്രകാരമുള്ള കായിക മേഖലയ്ക്കകത്ത് കലാമേഖലയ്ക്കകത്ത് മികവ് പുലർത്തിയിട്ടുള്ള ആളുകളെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ പരിശോധന നടത്തി കൊടുത്ത ലിസ്റ്റിനകത്ത് SFIക്കാർ ഉൾപ്പെട്ടിട്ടുള്ളതിനകത്ത് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. കാരണം MSFകാർ കായിക മേഖലയ്ക്കകത്ത് അല്ലെങ്കിൽ അക്കാദമിക് മേഖലയ്ക്കകത്ത് മികവ് പ്രകടിപ്പിക്കാത്തത് ഞങ്ങളുടെ കുഴപ്പത്തിന്റെ ഭാഗമായിട്ടല്ല. അങ്ങനെ ഞങ്ങളുടെ രണ്ട് പ്രവർത്തകർ നവാസെ പറഞ്ഞു പൂർത്തീകരിക്കണം. ഞങ്ങളുടെ രണ്ട് പ്രവർത്തകർ ആ ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി സർവകലാശാല നൽകിയ ലിസ്റ്റിനകത്താണ് ഉൾപ്പെട്ടുള്ളത്. വൈസ് ചാൻസലർ നൽകിയ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടതാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ എങ്ങനെ നാല് ലീഗുകാർ ഏത് മാനദണ്ഡത്തിനകത്ത് സർവകലാശാല കൊടുത്ത ലിസ്റ്റിനകത്താണോ 4 ലീഗുകാർ ഉൾപ്പെട്ടിട്ടുള്ളത്? അല്ലല്ലോ. KC വേണുഗോപാൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പോലെ BJP ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റിനകത്ത് എങ്ങനെ ലീഗ് ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. എങ്ങനെ നമ്മളെല്ലാവരും കൂടെ കലർന്ന് പറഞ്ഞ കാര്യമില്ല. എനിക്ക് മറ്റതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. അവർ ക്ഷമയോടുകൂടി കാത്തു നിൽക്കുകയാണ്. ഇപ്പോ ആർഷോ പറയുന്ന കാര്യം 2 SFIക്കാർ ഉൾപ്പെട്ടിട്ടുള്ളത് സർവകലാശാലയുടെ VCയുടെ ലിസ്റ്റിൽ നിന്നുള്ളവരാണ്. പക്ഷേ 4 ലീഗുകാർ ഉൾപ്പെട്ടിട്ടുള്ളത് BJPക്കാർ കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുള്ളവരാണ് എന്ന് KC വേണുഗോപാൽ ആരോപിച്ച ആ ലിസ്റ്റിൽ നിന്നുള്ളവരാണത്രേ MSFകാർ. അല്ല, അത് ആർഷോയുടെ വാദമാണ്. ഞങ്ങൾ പറയാം, ഒരാൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ഒരാൾ ആ ലിസ്റ്റിലുണ്ട്. ബാക്കി 3 പേര് ആരാന്നുള്ള ആർഷോ പറയണം. ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ആർഷോ പരിശോധിച്ചെങ്കിൽ അത് പറയേണ്ടതാണ്. ഒരാൾ അഡ്വക്കേറ്റ് അബ്ദുൽ കരീം എന്ന് പറയുന്ന ഞങ്ങളുടെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം എങ്ങനെ വന്നു എന്ന് നിങ്ങൾ പരിശോധിച്ച്, ഞങ്ങൾ BJPയുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് ഒന്നും അല്ല. ഇതുമായി ഇപ്പൊ ഈ തർക്കം ഉണ്ടായല്ലോ, ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നു, 2 ദിവസമായി സമരം നടക്കുന്നു. ഈ സമരം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നികേഷ് പരിശോധിക്കണം. എങ്ങനെ ഉണ്ടായത്? ഞാൻ നേരത്തെ പറഞ്ഞ ജൂൺ 6 ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ വെച്ച് സിൻഡിക്കേറ്റ് രൂപീകരിച്ച് നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് ഉണ്ടാക്കി അവർ പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ MSFന്റെ 2 സെനറ്റ് മെമ്പർമാർ ഞങ്ങൾ കോടതിയിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, കേരള ഹൈക്കോടതി പറഞ്ഞു, അടിയന്തരമായി 1 മാസത്തിനകം നടപടികൾ ഇലക്ടഡ് സിൻഡിക്കേറ്റിലേക്ക് പോകുന്ന നടപടി അങ്ങനെ വർത്തമാനം പറഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് നോക്കൂ, ഇപ്പോ ആർഷോ പറയുന്നത് ശരിയാണ്. ഞങ്ങൾ ഭരിക്കുന്ന LDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ചിലപ്പോ വൈസ് ചാൻസലർ പാർട്ടി ലിസ്റ്റ് കൊടുക്കാറുണ്ട്
ഉണ്ട് എന്ന് പറയുന്നത് കൺസീഡ് ചെയ്യാണ് ആർഷോ. അതേസമയം യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിന്റെ ലിസ്റ്റാണ് വരാറുള്ളതും എന്നും ആർഷോ പറയുന്നു. ഇപ്പോൾ ലീഗുകാർ 4 നോക്കൂ നവാസ് പൂർത്തിയാക്കട്ടെ, 4 ലീഗുകാരെ ഉൾപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്നുള്ള നിലയിൽ ഈ ലിസ്റ്റിന് ക്രെഡിബിലിറ്റി കിട്ടാൻ നിങ്ങളെ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകണ്ടേ? ഞാൻ പറയാം 100% നേരത്തെ ആർഷോ പറഞ്ഞതിനെ യോജിക്കുന്നു. യു ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിന് താല്പര്യമുള്ള ലിസ്റ്റ് വരാറുണ്ട്, എൽ ഡി എഫിന് ഭരിക്കുമ്പോൾ എൽ ഡി എഫിന് താല്പര്യ ലിസ്റ്റ് വരാറുണ്ട്. ആ ലിസ്റ്റുകളിൽ മിനിമം മെറിറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കോടതിയിൽ പോകാനുള്ള കാരണം എന്താണ്? സകല മെറിറ്റും അട്ടിമറിച്ച് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് സിൻഡിക്കേറ്റിൽ എഴുതിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. കോടതി പറഞ്ഞു നിങ്ങൾ അടിയന്തരമായി ഇലക്ഷൻ സിൻഡിക്കേറ്റിലേക്ക് പോകണമെന്ന്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഗവർണർ ഒരു ലിസ്റ്റും ഇവിടെ പറയുന്ന നേരത്തെ പറഞ്ഞ CPM ഒരു ലിസ്റ്റ് പുറത്തു വരുന്നത്. ഇനി ഗവർണർ ലിസ്റ്റിൽ ഞങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ വിയോജിക്കേണ്ട എന്നാണ് ഞാൻ വളരെ കൃത്യമായത് പറയാം. 4 പേരുണ്ട് എന്ന വാദത്തെ പൂർണ്ണമായി ഞാൻ തള്ളിക്കളയുന്നു. ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട്, അത് 1 ആയാലും 4 ആയാലും 40 ആയാലും എത്രയാണെങ്കിലും ശരി, അത് ഗൗരവമുള്ള കാര്യമാണ്. ഞങ്ങൾ എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഞങ്ങൾ കോടതിയിൽ പോയ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ചാൻസലറെ ഗവർണറെ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഇത് സർവകലാശാലയിൽ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഗവർണർ ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് BJPയുടെ നേതാവാണ് എന്ന നിലക്കല്ല, സർവകലാശാലയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നേതൃത്വം കൊടുക്കുന്ന ഒരാൾ, ചാൻസലർ പദവി ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ പ്രതിനിധിയായി ഞാൻ നേരത്തെ പറഞ്ഞ അബ്ദുൽ കരീം ഞങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ തർക്കം? ഞങ്ങൾക്ക് ന്യായമായിപ്പെട്ട അവകാശത്തെ ഞങ്ങൾ ചാൻസലറോട് ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ വൈസ് ചാൻസലറോട് ചോദിച്ചിട്ടുണ്ടെന്ന്. CPM വൈസ് ചാൻസലർ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം തയ്യാറായില്ല. ഞങ്ങൾ ചാൻസലറെ കണ്ടു, അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ കോടതിയിൽ പോയി, കോടതി പറഞ്ഞ പൊളിറ്റിക്കൽ ലിസ്റ്റാണ്, ഇത് പാടില്ല എന്ന് ഞങ്ങൾ കോടതിയിൽ പറഞ്ഞു. ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു പദവി ലഭിക്കാൻ ആവശ്യമായ എല്ലാ തരത്തിലുള്ള അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള വിശദീകരണം. ശരി, അക്കാര്യത്തിൽ ഇപ്പോൾ താങ്കളോട് ഈ കൂടുതൽ ചോദ്യങ്ങളില്ല. നോക്കൂ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, നമ്മളെപ്പോഴും കേരളത്തിൽ എപ്പോഴും ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ ഉണ്ടാകുമ്പോൾ അത് LDF UDF എന്ന നിലയിലാണ്. ഇപ്പോൾ SFI തന്നെ അവർ ആഹ്വാനം ചെയ്യുന്നത് ഞങ്ങളിത് RSS വേഴ്സസ് കേരള എന്നുള്ള നിലയിലേക്ക് ഈ സമരം മാറ്റുമെന്നുള്ളതാണ്. SFI അല്പം ക്ഷീണിച്ചിരിക്കുകയാണെന്ന് അറിയാമല്ലോ. സർവകലാശാലകളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പല പ്രമുഖ കോളേജുകളിൽ നിന്നും SFI തോറ്റു പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ സ്വാഭാവികമായും SFIയെ ശക്തിപ്പെടുത്തണം, 1. 2, ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സംഘപരിവാറിനെതിരായ ശക്തമായി പ്രതിരോധിക്കുന്നവർ. കേരളത്തിലെങ്കിലും ഏറ്റവും കുറഞ്ഞത് സംഘപരിവാർ കടന്നു വരാതിരിക്കാൻ ഞങ്ങളുടെ പ്രതിരോധമാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് തെളിയിക്കണം. അവിടെയാണ് ഞാൻ ഈ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ കോൺഗ്രസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം പറയുന്നത്. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ അന്തസ്സ് പുലർത്തുന്നില്ല, പച്ചയ്ക്ക് രാഷ്ട്രീയം വിളിച്ചു പറയുന്നതും ബില്ലുകളിൽ ഒപ്പിടാതിരിക്കുന്നതും ശരിയാണോ എന്ന് ആലോചിക്കണം എന്ന് വർത്തമാനം പറയുമ്പോൾ VD സതീശൻ, K സുധാകരൻ വേറൊരു ഭാഷയിലാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്, കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്ന്. ഞാൻ പറഞ്ഞല്ലോ നികേഷേ, ഇവിടെ ശ്രീ പത്മകുമാർ പറഞ്ഞൊരു കാര്യത്തിന് ഒരു ചെറിയ മറുപടി പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിപ്പോൾ സർവകലാശാലകളുടെ ഭരണം ഒരു ജനാധിപത്യവൽക്കരണത്തിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് നിയമിച്ചയച്ച ഒരു ഗവർണർ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് സെനറ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഗവൺമെൻറ്, അത് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെൻറ്, അവർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഒരു സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഏതാണ് കൂടുതൽ ജനാധിപത്യപരം എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആരും ഈ ബ്രില്യൻസിനെ കുറിച്ച്, അക്കാഡമിക് ബ്രില്യൻസിനെ കുറിച്ച് ശ്രീ ആർഷോയും ശ്രീ നവാസും പറയരുത്. നിങ്ങളെക്കാൾ കൂടുതൽ ഇത് കണ്ടതും പരിചയപ്പെട്ടതുമായ ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ എങ്ങനെയാണ് ആളുകളുടെ ബ്രില്യൻസ്, ഞാനത് അക്കാഡമിക് ബ്രില്യൻസ് എന്നാണ് പറഞ്ഞത്, അല്ലാതെ പല പല കഴിവുകളുണ്ടാവും. പിന്നെ സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ചൊക്കെ തന്നെ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതൊന്നും വലിയ അവകാശവാദങ്ങൾ ഒന്നും ആരും ഉന്നയിക്കരുത്. അതൊന്നും ശരിയല്ല. വന്നിട്ടുള്ള പലരെയും അറിയാം, എങ്ങനെയാണ് വന്നതെന്നറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നികേഷ്, ഈ ഇന്നത്തെ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ തന്നെ ഇന്നിപ്പോൾ ഗവർണറുടെ ചെയ്തികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ പണ്ടേ താങ്കളടക്കമുള്ളവർ ചർച്ച ചെയ്തതാണ് ഈ ലിസ്റ്റിൽ എങ്ങനെ പിന്നെ MSFകാർ വന്നു അല്ലെങ്കിൽ KSUക്കാർ വന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം. നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഈ ലിസ്റ്റ് തന്നെ, അതായത് MSFകാരടങ്ങുന്ന ലിസ്റ്റ് തന്നെ വന്നതിന് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബ്രില്യൻസ് ഉണ്ട് നികേഷ്, നമ്മളത് മറക്കരുത്. ആ പൊളിറ്റിക്കൽ ബ്രില്യൻസ് ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടത്
VC കൊടുത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ പിന്തുണയുള്ള ലിസ്റ്റ് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറല്ല. അദ്ദേഹം ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ABVP-ക്കാരെയും RSSകാരെയും BJP-ക്കാരെയും ചേർത്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം MSF-കാരുടെയോ KSU-കാരുടെയോ മറ്റാരുടെയെങ്കിലൊക്കെ പേര് കൊടുത്തിട്ടുണ്ടാവും. അത് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ് ആണ്, യാതൊരു സംശയവും വേണ്ട. പിന്നെ ആർഷോ, പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരമേ ഉള്ളൂ. കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് എവിടെ നിൽക്കുന്നു? കേരളം ഇന്ന് ഒരു ഭാഗത്ത് SFIയും വേറൊരു ഭാഗത്ത് പിന്നെ ഗവർണറുമായിട്ട് നിൽക്കുകയാണ്. ഗവർണർ പറയുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വിടുന്നത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടി മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചന അനുസരിച്ചാണെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നു മനോനില തെറ്റി. നമ്മളതിന് ഓരോ ഭാഷ്യങ്ങൾ നൽകുകയാണ്. അദ്ദേഹം കോഴിക്കോട്ട് പോയതും മാനാഞ്ചിറ പോയതിനൊക്കെ ഓരോ വാക്കുകൾ കൊണ്ട് ഭാഷ്യം അദ്ദേഹത്തിന്റെ മനോനിലയ്ക്ക് എന്തോ തകരാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വലിയൊരു കോമാളി രാഷ്ട്രീയ സദസ്സായിട്ട് ഇന്ന് ഈ കേരളത്തിലെ രാഷ്ട്രീയം അല്ലെ കേരളത്തിലെ ഭരണം മാറി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ്സുകാർ അത് അതൊന്നും വെറുതെ അല്ലല്ലോ. ആ ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അതിന് ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ആർഷോ, പിന്നെ നികേഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ആർഷോ നേരത്തെ പറഞ്ഞു ഞങ്ങളൊരു മല്ലയുദ്ധത്തിനില്ല, നിങ്ങൾ മല്ലയുദ്ധത്തിന് പോയതാണ് തകരാറായത്. ഞങ്ങൾ ആരും പറഞ്ഞില്ല നിങ്ങൾ ഗവർണർക്കെതിരായിട്ടൊരു മല്ലയുദ്ധത്തിന് പോകണം എന്നാരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പോയത് അതാണ് ഞാൻ പറഞ്ഞത്. സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾക്ക് പറ്റിയ പരാജയം നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ 2 ചിത്രങ്ങൾ ഇന്ന് കേരളത്തിന് മുമ്പിലുണ്ട്, അത് മറക്കരുത്. അതായത് കാസർഗോഡ് മുതൽ എല്ലാ ജില്ലകളും താണ്ടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു നവകേരള സദസ്സ് എന്ന് പറയുന്ന ഒരു ജാഥ അല്ലെങ്കിൽ ഒരു എന്തായാലും പറയാം ഒരു വലിയ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിക്കാൻ അവകാശമുള്ള KSU, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അവർ 3 or 4 പേരാണ് ഒരു റോഡ് സൈഡിൽ നിന്നുകൊണ്ട് കറുത്ത കൊടി കാണിക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യുന്നത്. അവരെ SFIക്കാരും DYFIക്കാരും പോലീസുകാരും എന്തിന് ഗൺമാന്മാരടക്കമുള്ളവർ തല്ലിച്ചതയ്ക്കുന്ന, അതായത് ഇത് പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ ഈ ഒരു നടപടി കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ ആർഷോ താങ്കളുടെ സംഘടനയിൽപ്പെട്ട ആളുകൾ തിരുവനന്തപുരത്ത് ഗവർണറുടെ വണ്ടിയുടെ പിന്നാലെ ഓടുന്നു, തടയുന്നു, അതിലിടിക്കുന്നു. അപ്പോൾ ഗവർണർ ഇറങ്ങി വരും. അത് 13 ചോദിച്ചൊരു ചോദ്യം ന്യായമല്ലേ? പിന്നെ അദ്ദേഹം അതിനകത്തിരുന്ന് എന്തെങ്കിലും സംഭവിക്കണോ? അപ്പം നിങ്ങൾ ആ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം താങ്കൾ മറ്റൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഈ 2 ചിത്രങ്ങൾ കേരളത്തിലെ ആളുകൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മാനാഞ്ചിറയിലും കോഴിക്കോട്ടും ഗവർണർ എത്തുമ്പോൾ അദ്ദേഹത്തിന് വലിയ സ്വീകരണവും പിന്തുണയും കിട്ടുന്നത്. അവിടെ BJP-ക്കാർ വന്ന് നടന്നൊന്നും ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വീകാര്യത കിട്ടുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ കടത്തിവിടില്ല. താങ്കൾ ഞാൻ ഈ ആർഷോയെ ഞാൻ ഇത് ചെയ്ത് പറയുകയല്ല, താങ്കളാണ് ഇതിൻ്റെ അകത്തൊരു പ്രധാന കഥാപാത്രം, അല്ലെ താങ്കളുടെ സംഘടന. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്, അതിൽ വ്യക്തിപരമായിട്ടല്ല, അങ്ങനെ എടുക്കരുത്. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു തന്ത്രമാണ് ഗവർണറുടെ. ശരിയാണ്, തന്ത്രമാണ്. അദ്ദേഹം ഇവിടെ വളരെ ബോധപൂർവം 2 സർവകലാശാലകളിലേക്ക് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അജണ്ട അനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്തു. അത് കേരളത്തിലൊരു വലിയ വിഷയമാകേണ്ടതായിരുന്നു. MSF പ്രതിഷേധിക്കുന്നു, KSU വരുന്നു, കോൺഗ്രസ് വരുന്നു. അങ്ങനെ ഈ കാവ്യവൽക്കരണത്തിനെ എതിർക്കുന്ന എല്ലാവരും ഇതിനെ എതിർക്കേണ്ട ഒരു നടപടിയാണ് ബഹുമാനപ്പെട്ട ഗവർണറുടെ ഭാഗത്തുണ്ടായത്. അല്ല ബില്ല് കുറച്ച് ദിവസം തുടർച്ചയായ ചോദ്യങ്ങളിലൂടെ താങ്കളോട് ഉന്നയിക്കുകയാണ്. നോക്കൂ, ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ സർക്കാർ തീരുമാനിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ KPCC പ്രസിഡന്റ് K. സുധാകരൻ പറയുകയാണ് അക്കാര്യത്തിൽ സുപ്രീം കോടതിയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല, ഗവർണർ തിരുത്താൻ പറയുമ്പോൾ തിരുത്തണമെന്ന്. ഇതിപ്പോൾ പിണറായി വിജയന്റെ വീട്ടിലുള്ള ബില്ലല്ലല്ലോ സാർ, നിയമസഭയിൽ നിന്ന് പാസ്സാക്കിയിട്ടുള്ള ബില്ലാണല്ലോ. അതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും പങ്കാളിത്തം ഉള്ളതാണല്ലോ. ആ ബില്ല് പാസ്സാക്കാതെ 2.5 കൊല്ലം ഗവർണർ അട്ടത്ത് വെച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുക എന്ന ഭരണഘടനാ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ KPCC എടുക്കുന്ന നിലപാടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 1. 2, ഇവിടെ കാവ്യവൽക്കരണമാണ് എന്ന് അങ്ങേക്കും സംശയമില്ല, ആർക്കും സംശയമില്ല. അവിടെ വേണ്ടത്ര രീതിയിലുള്ള ശബ്ദം ഉയരുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി ഈ നിലയിൽ കാര്യങ്ങൾ പറയുമ്പോൾ എന്നുള്ളത് കൊണ്ട് അത് വേറിട്ട് നിൽക്കുന്നില്ലേ? നികേഷ് ഏത് ചർച്ച നയിക്കുമ്പോഴും ഇതുണ്ട്. അതായത് ലീഗിനെ ഇതിനകത്തൊന്ന് പിടിച്ചിടും. ലീഗ് ഏതാണ്ട് കോൺഗ്രസുമായിട്ടൊന്ന് അകന്ന് നിൽക്കുകയാണ്, ലീഗ് ഏതാണ്ട് ഇടതുപക്ഷത്തോട്ട് ചേരാനായിട്ട് നിൽക്കുകയാണ് എന്നുള്ള രീതി ലീഗിനെ കൊണ്ടൊരു, അല്ലെ കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും പറഞ്ഞത്, നവാസ് എന്തെങ്കിലും പറഞ്ഞത് വെച്ചുകൊണ്ട് അത് നികേഷിൻ്റെ ഒരു സ്ഥിരമായ ഏർപ്പാടാണ്.
ഈ അഭിപ്രായ വ്യത്യാസമില്ല. താങ്കൾ അത് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം. അതുപോലെയാണ് താങ്കൾ ഇതിനകത്ത് കോൺഗ്രസിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളം ഇന്ന് വളരെ സജീവമായി ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ ബുദ്ധിപൂർവം, വളരെ ക്ലവറായിട്ട് അതിൽ നിന്ന് അറ്റൻഷൻ ഫോക്കസ് മാറ്റിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അദ്ദേഹം മാനാഞ്ചിറ പോയത് വെറുതെ ഒന്നുമല്ല. അദ്ദേഹം മാനാഞ്ചിറ പോയത് എനിക്ക് ഒരു പോലീസിന്റെയും പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിലും ഞാൻ എന്നെ കാമ്പസിൽ കടത്തില്ല എന്ന് പറഞ്ഞു കാമ്പസിൽ പോയി. നഗരത്തിലേക്ക്, തെരുവിലേക്ക്, മാർക്കറ്റിലേക്ക് ഇറങ്ങുക. അദ്ദേഹത്തിനൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ആ ചർച്ച ചെയ്യേണ്ട വിഷയം, ആ ചർച്ചയുടെ ഫോക്കസിൽ നിന്ന് അദ്ദേഹം മാറ്റി. ഇപ്പൊ കാവ്യവൽക്കരണം നമ്മൾ ഈ 7 മണിക്കും 8 മണിക്കും ചർച്ച ചെയ്യുന്നതേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അതല്ല. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ബാനർ അഴിപ്പിക്കുന്നതും അതിനുശേഷം പോലീസുകാരുടെ ആളുകളെ തടഞ്ഞു നിർത്തുന്ന കമ്പിവേലിക്ക് മുകളിൽ നിന്നുകൊണ്ട് തന്നെ വീണ്ടും ബാനർ കെട്ടുന്നതും, ആർഷോയെ അറസ്റ്റ് ചെയ്യല്ല, ആർഷോയെ പോലീസ് കൊണ്ടുപോകുന്ന രംഗം ഞാൻ കണ്ടു. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഈ ജാഥ പോകുമ്പോൾ കറുത്ത ഉടുപ്പിടണമെന്ന് പോലുമില്ല. അവിടെ സംശയമുള്ളവരെ കരുതൽ തടങ്കലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്തിന് ഗ്യാസ് അടുപ്പുകൾ ആ വേദിക്കടുത്ത് കത്തിക്കാൻ സമ്മതിക്കാത്ത അത്രയ്ക്കുള്ള സുരക്ഷ നടക്കുന്ന സമയത്ത് ആളുകളെ കരുതൽ തടങ്കൽ ഞാൻ പറഞ്ഞില്ല, കരുതൽ എന്താ പറയുക, അത് സ്റ്റേഷനിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ആർഷോ ആണല്ലോ അവിടെ സമരം നയിച്ചത്. ആർഷോ ആണ് നയിക്കേണ്ടത്. ആർഷോയെ ആരെങ്കിലും തടഞ്ഞു വെച്ചോ? പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയോ? അദ്ദേഹത്തോട് പോലീസുകാരൻ പറഞ്ഞതാ, വാ ആർഷോ, വാ, നീ എന്റെ കൂടെ വാ. ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഗവർണർ ഈ രാഷ്ട്രീയ കളിയിൽ ഈ നമ്മൾ ഈ പറയുന്ന അവസാനം ഒരു കാര്യം കൂടെ ഗവർണർ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ പോയി തിരിച്ചു പോകുന്നതിന് പകരം അദ്ദേഹത്തിനറിയാം, അദ്ദേഹത്തിനുണ്ട് കേന്ദ്ര ഇന്റലിജൻസിന്റെ ഫീഡ്ബാക്ക്, അദ്ദേഹത്തിനറിയാം. അദ്ദേഹം അതിനു മുമ്പേ നേരിട്ട് തന്നെ വിമാനത്താവളത്തിലേക്ക് പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ നിമിഷം വരെ ഈ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ ഗവർണർ ജയിച്ചു നിൽക്കുന്നുവെന്ന് ദുഃഖത്തോടുകൂടി പറയേണ്ടി വരുന്നു. അതൊരു ദുഃഖമാണ്. നേരത്തെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ആർഷോ ലൈനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതുകൂടി ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. നോക്കൂ, ലീഗിനെ ഞാൻ എല്ലാ ഘട്ടത്തിലും ഒരു കക്ഷിയായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് താങ്കൾ പറഞ്ഞു. നോക്കൂ, മുസ്ലിം ലീഗും UDF-ഉം തമ്മിലുള്ള തർക്കം ആരംഭിച്ചത് തന്നെ, അല്ലെങ്കിൽ ഈ സമീപകാലത്തെ തർക്കം ആരംഭിച്ചത് തന്നെ ഈ ഗവർണർ വിഷയത്തിലാണ്. ആദ്യഘട്ടത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലീഗ് എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് CPM ഇറക്കിയ പ്രസ്താവന, തുടർന്നാണ് ന്യൂനപക്ഷ വിഭാഗത്തിലെ ജനാധിപത്യ പാർട്ടി എന്ന MV ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് അത് തുടർന്നു. പിന്നീട് കോൺഗ്രസ് ലീഗ് ബന്ധത്തിലൊക്കെ തന്നെയും പാകപ്പിഴകളുണ്ടായി. ഇവിടം വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതൊരു മുന്നണി മാറ്റമോ അല്ലെങ്കിൽ വലിയ നിലയിൽ മറ്റ് രാഷ്ട്രീയ ചലനങ്ങളോ ഒക്കെ ഉണ്ടാക്കില്ലായിരിക്കാം. പക്ഷേ ലീഗിനോട് ആ സമീപനം സ്വീകരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണ്. മുഴുവൻ വോട്ടും UDF-ലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള CPM-ന്റെ രാഷ്ട്രീയ കളിയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. ഏതായാലും അത്രയും സംസാരിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് അത് പ്രയോഗിക്കേണ്ടി വന്നത് എന്ന് ഞാൻ വിശദീകരിക്കുക മാത്രമായിരുന്നു. ആർഷോ, താങ്കളെ അല്ല, കുറ്റപ്പെടുത്തിയാലും കുഴപ്പമൊന്നുമില്ല ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, അതിലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. ശ്രീ ആർഷോ, നിങ്ങളോടുള്ള വിരോധം കാരണമാണ് ഇന്ന് മിഠായി തെരുവിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് വലിയ നിലയിൽ സ്വീകരണം ലഭിച്ചത്. എനിക്ക് നേരത്തെ പാനലിസ്റ്റുകൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറയുകയായിരുന്നു, ഇന്ന് മിഠായി തെരുവിലും അദ്ദേഹം പോയിടങ്ങളിലൊക്കെ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ജനങ്ങളിൽ നിന്ന് വലിയ നിലയിൽ സ്വീകരണം ലഭിച്ചു. അത് BJP-ക്കാർ വന്നതാണ് എന്ന് പറയാനാകില്ല. അത് യഥാർത്ഥത്തിൽ നിങ്ങൾ രണ്ട് സമീപനം സ്വീകരിക്കുന്നുണ്ടല്ലോ. ഒന്ന് ഗവർണർക്കെതിരായിട്ടുള്ള അദ്ദേഹത്തെ കായികമായി നേരിടുന്നതിനുള്ള സമരം, അതേസമയം പിണറായി വിജയന്റെ വണ്ടി കടുത്തു പോയാൽ ഗവൺമെന്റ്മാരും DYFI-ക്കാരും നേരിട്ട് അടിക്കുകയാണ്. ഞാൻ സംസാരിച്ചോട്ടെ? എനിക്ക് നിങ്ങളെ ചോദ്യം മനസ്സിലായി. ഇവിടെ ആരിഫ് ഖാന് മിഠായി തെരുവിൽ വലിയ സ്വീകരണം കിട്ടിയോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വലിയ നിശ്ചയമില്ല. കാരണം ഈ സമയം വരെ ഞങ്ങൾ സമരത്തിലായിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഓരോ പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ജിലേബി അഴിക്കുന്നതോ അല്ലെങ്കിൽ അലുവ അഴിക്കുന്നതോ അല്ല ഞങ്ങളുടെ വിഷയം. ഞങ്ങൾ ഉയർത്തുന്നത് വളരെ പ്രധാനപ്പെട്ടുള്ള രാഷ്ട്രീയ വിഷയമാണ്.
ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയ്ക്കകത്തും കേരള സർവകലാശാലയ്ക്കകത്തും അതിൻ്റെ ഭരണസമിതിയിലേക്ക് RSSകാരെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞു ജനാധിപത്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന്. എന്ത് ജനാധിപത്യവൽക്കരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിൽ പകുതിയിലധികം ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുപ്പ് നടത്തിയിട്ടാണ് വിവിധ മണ്ഡലങ്ങളിലെ മനുഷ്യർ സെനറ്റിലേക്ക് എത്തുന്നത്. അതിനകത്ത് തൊഴിലാളികൾ എത്തുന്നുണ്ട്, ജനപ്രതിനിധികൾ എത്തുന്നുണ്ട്, അധ്യാപകരും സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നുണ്ട്. ഇന്നോളം കേരളത്തിന്റെ ചരിത്രത്തിൽ സർവകലാശാലയുടെ ജനാധിപത്യ ബോഡിയിലേക്ക് ഒരിടത്തെങ്കിലും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി RSSനോ ABVPക്കോ സംഘപരിവാര ശിഖരങ്ങളിലുള്ള മറ്റ് സംഘടനകൾക്കോ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിന്റെ രാഷ്ട്രീയ നിലപാടാണ്, രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. അങ്ങനെ ജനാധിപത്യപരമായി ഈ നാട്ടിലെ ജനങ്ങൾ, അക്കാദമിക് സമൂഹം മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളാണ് RSS. ആ RSSനെ ഇതിനകത്തേക്ക് പിൻവാതിലിലൂടെ കുത്തിക്കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് അക്കാദമിക യോഗ്യതയുള്ള ആളുകളെയാണ് നിങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആരേക്ക് കൊലക്കേസിലെ പ്രതിയുടെ ഭാര്യയാകുക എന്നുള്ളതാണോ സെനറ്റിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള യോഗ്യത? 4 വിദ്യാർത്ഥികളെ നിലവിൽ ABVPയുടെ യൂണിറ്റ് പ്രസിഡന്റുമാർ എവിടെയൊക്കെ ഉണ്ടോ? ആകെ പൂർവ്വകാല ക്യാമ്പസിനകത്ത് ABVP യൂണിറ്റ് ഉള്ളത്. ആ ഇടങ്ങളിലെ മുഴുവൻ യൂണിറ്റ് പ്രസിഡന്റുമാരെ കൊണ്ടുവന്ന് എന്താണ് താങ്കൾക്ക് ജനാധിപത്യപരമായി മത്സരിച്ചു വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത് സെനറ്റിൽ വന്നിരുന്നുണ്ട്. MG സർവകലാശാലയുടെ സെനറ്റിനകത്തേക്ക് വിദ്യാർത്ഥികൾ തെരഞ്ഞെടുത്ത് ഞാൻ വന്നിരുന്നുണ്ട്. എനിക്ക് ഇയാളുടെ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടാണ് എനിക്ക് കേരളത്തിലെ സർവകലാശാലകളുടെ സെനറ്റിൽ കൊണ്ടുപോയി RSSന്റെ ചെരുപ്പ് നിൽക്കുന്ന കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ശ്രമിച്ചാൽ അത് നടത്തിപ്പെടുക്കാൻ വേണ്ടി കേരളത്തിൽ കഴിയില്ല. അതിന് വകവെച്ച് തരുന്നതിന് അനുവദിക്കില്ല. ഒരാൾ സെനറ്റിൽ കഴിഞ്ഞിട്ടുണ്ടോ? കോടതി, ബഹുമാനപ്പെട്ട കോടതി 4 പേരെ തൂക്കി, ബഹുമാനപ്പെട്ട കോടതി തൂക്കി പുറത്തേക്കിട്ടില്ലേ? ബഹുമാനപ്പെട്ട കോടതി നാലാളെ കിട്ടില്ലേ? ബാക്കിയുള്ള ആളുകൾ പുറത്തു പോകും. അതിനുള്ള ശേഷി കേരളത്തിലെ ഇടം കൊടുക്കില്ല. എല്ലാ ശേഷിയും അതിനെ ചെറുക്കുന്നതിന് വേണ്ടിയാണ്. പത്മകുമാർ എന്റെ ചോദ്യം കേൾക്കൂ. പത്മകുമാർ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും സമയം അവസാനിച്ചു. പത്മകുമാറിന്റെ മറുപടി സമയമാണ്. കേരളത്തിലെ ജനങ്ങൾ പാസാക്കിയിട്ടുള്ള സർവകലാശാലകൾ പിടിക്കാം ചെറുത്തുകൽപ്പിക്കും. കേരളം ജസ്റ്റിസ് സദാശിവത്തിന്റെ കാല് കഴുകി വെള്ളം കുടിക്കണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അസുഖം മാറുമെന്നാണ് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ AK ബാലൻ പറയുന്നത്. ചോദ്യം കേട്ടല്ലോ, മറുപടി ശ്രീ JR പത്മകുമാർ. ചോദ്യം ഇതാണ്, ചോദ്യം പറയുന്നത് ഇതേ നരേന്ദ്രമോദി സർക്കാർ തന്നെ നിയമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവത്തിന്റെ കാൽ കഴുകി വെള്ളം കുടിച്ചാൽ ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിടുന്ന അസുഖം മാറും എന്ന്. അല്ല, അത് കാല് കഴുകുകയും വേറെ എവിടെയെങ്കിലും കഴുകി കുടിക്കുന്ന ഒരു സംസ്കാരം അദ്ദേഹത്തിന് അറിയാവൂ. രോഗം മാറാൻ അങ്ങനെയുള്ള വല്ല വ്യവസ്ഥയോ ഉണ്ടോ എന്നുള്ള കാര്യം AK ബാലനോട് ചോദിക്കുക. അദ്ദേഹത്തിന്റെ രോഗം മാറിയിട്ടുള്ളതൊക്കെ അങ്ങനെയാണോ എന്നുള്ള കാര്യം ചോദിക്കുക. അല്ലാതെ ഒരു മാന്യത വേണ്ട രാഷ്ട്രീയത്തിൽ. കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും ഒരു മര്യാദയും മാന്യതയും വേണ്ടേ? അദ്ദേഹത്തോട് ചോദിക്കുക എവിടെ കഴുകി കുടിച്ചാലാണ് അസുഖം മാറുന്നതെന്ന് AK ബാലനോട് ചോദിക്കുക. ഒരു തരംതാണ രാഷ്ട്രീയത്തിന് ഞാനില്ല മറുപടി പറയാൻ. നിങ്ങൾക്ക് വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ശരി, അവസാനിപ്പിക്കുകയാണ്. PMR ഷോ. ഒപ്പം തന്നെ JR പത്മകുമാർ, PK നവാസ്, MSF സംസ്ഥാന പ്രസിഡന്റ്, സണ്ണിക്കുട്ടി എബ്രഹാം രാഷ്ട്രീയ നിരീക്ഷകൻ സഹകരിച്ചതിന് നന്ദി. മീറ്റ് എഡിറ്റേഴ്സ്.
Night with MV Nikesh Kumar.